ഉമ്മ ബുർജ് ഖലീഫ കാണാൻ എക്സൈറ്റഡ് ആണോ? നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നേരെ തന്നെ കൊണ്ടുപോയി ദുബായ് മാളെന്ന് കാണിച്ചു കൊടുക്കല് നമുക്ക് നിർബന്ധമാണല്ലോ. ഈ ചൂടത്ത് മാളല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല, അത് വേറെ കാര്യം. എന്തായാലും ഉമ്മായും വാപ്പായും കൊണ്ട് ഞങ്ങളും വന്നിട്ടുണ്ട് ദുബായ് മാളിലേക്ക്. പ്രസവിക്കുന്നതിന് കുറച്ച് ദിവസം മുന്നേ ഇപ്പം പ്രസവിക്കും എന്നും പറഞ്ഞ് ഉമ്മച്ചയും പപ്പായും കൊണ്ട് ദുബായ് മാള് കാണാൻ വന്നതൊന്നും ആലോചിക്കാൻ കൂടി വയ്യാട്ടാ. അന്നത്തെ അവസ്ഥ ആലോചിച്ചാൽ ഞാൻ ഈ ജന്മം ദുബായ് മാള് വരാൻ പാടില്ലാത്തതാണ്. എന്നാലും പുറത്തു വേണ്ട വീട്ടിലിരുന്നാൽ എനിക്ക് മറ്റേ പ്രാന്തിന്റെ അസുഖം വരുന്നതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്ന പകുതി നേരവും ഞാനും ഇവനും നഴ്സിംഗ് റൂമിനുള്ളിലായിരുന്നേ. ചെക്കനൊരു രക്ഷയില്ലാട്ടാ, കരഞ്ഞു പിടിച്ച് ആകെ കോളാക്കി. ഇപ്പൊ കുറച്ചു നാളായിട്ട് എവിടെ പോയാലും എന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചില ദിവസങ്ങളിൽ വണ്ടിയിൽ നിന്ന് പുറത്തു പോലെ ഇറങ്ങാൻ പറ്റാണ്ട് ഇവന് പാലും കൊടുത്തിരുന്നിട്ടുള്ള അവസ്ഥകൾ വരെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇവിടെ എല്ലാ ഫ്ലോറിലുള്ള നഴ്സിംഗ് റൂമിലും ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. ബൈ ദ വേ, ഉമ്മായും വാപ്പായും ദുബായ് മാളിലെ കാഴ്ചകളൊക്കെ കണ്ട് അത്യാവശ്യം എൻജോയ് ചെയ്ത് നടക്കായിരുന്നേ. പിന്നെ നടന്ന് തളർന്ന് കാല് വയ്യാണ്ടായി എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടായുള്ളൂ. അഗെയിൻ കമ്മിങ് ടു ദ ഫൈനൽ പാർട്ട്, എന്തെങ്കിലും കഴിക്കണമല്ലോ. ഇവിടെ വന്നാലും മിക്കപ്പോഴും ഞങ്ങൾ അൽബേക്ക് വാങ്ങാറുണ്ട്. ഇന്നും അത് തന്നെ ആട്ടോ വാങ്ങിയിട്ടുണ്ടായേ. ക്യൂ നിന്ന് അത് വാങ്ങണേനേക്കാളും ചടങ്ങാണ് സമാധാനത്തോടെ അതൊന്ന് കഴിക്കാൻ. എന്തായാലും ഒരാൾ സാക്രിഫൈസ് ചെയ്യണമല്ലോ. അപ്പൊ ഇന്നും ഇര അഫി തന്നെ ആയിരുന്നേ. അങ്ങനെ എങ്ങനെയൊക്കെയോ വാരി തിന്ന് കരയണ കൊച്ചിനെയും കൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടാ. ശുഭം.